Hi everyone, welcome to the module 3 of travel agency and tour operation. In this topic, we mainly discuss about the organization structure of a travel agency. Uh, Organization structure mainly discuss about the information, counseling, ticketing, documentation, licensing, staffing, directing, planning, organizing and controlling of a travel agency. How the travel agency uh, running up and what is the procedure in between the travel agency. These are the topics discussed in module 3. ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് എ ട്രാവൽ ഏജൻസി ഇതൊരു സ്മോൾ സ്കെയിൽ ട്രാവൽ ഏജൻസിയുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. ഓണർ അല്ലെങ്കിൽ അവർ തന്നെ ആയിരിക്കും മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. മെയിനായിട്ടും ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്ന് സെയിൽസിനും അല്ലെങ്കിൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിനും വേണ്ടിയിട്ട്. സെയിൽസിനാണെങ്കിൽ സെയിൽസ് ഏജൻറ്റ്, അതായത് ട്രാവൽ ഏജൻസ് ഉണ്ടാവും. ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ് കൺട്രോളിംഗ് അസിസ്റ്റന്റ് ഉണ്ടാവും. ഇതൊരു സ്മോൾ സ്കെയിൽ ട്രാവൽ ഏജൻസിയുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. ഇനി ഒരു ലാർജ് സ്കെയിൽ ട്രാവൽ ഏജൻസിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചെയർമാൻ, അവരുടെ കീഴിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻസ് ഉണ്ടാവും. അതായത് അവർ തന്നെ ഓപ്പറേഷൻ സെക്ഷൻസ് ഒരു ടീം ഹാൻഡിൽ ചെയ്യുമ്പോൾ മാർക്കറ്റിംഗ് സെക്ഷൻസ് ആയിരിക്കും അടുത്ത ടീം ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിൽ സെയിൽസ് ആൻഡ് അക്കൗണ്ടിങ് മാത്രമാണ് ഉള്ളതെങ്കിൽ ഇവിടെ ഒരു മാർക്കറ്റിംഗ് സെഷനും കൂടെ എക്സ്ട്രാ ലാർജ് സ്കെയിൽ ട്രാവൽ ഏജൻസിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓപ്പറേഷൻ സെക്ടർ എന്ന് പറയുമ്പം എപ്പോഴും സെയിൽസും ഫിനാൻസും ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കുന്നതാണ്. കാരണം നമ്മളൊരു പാക്കേജ് ചെയ്യുമ്പോൾ ആ പാക്കേജ് സെയിൽ ചെയ്യുന്നു, അതിൻ്റെ അക്കൗണ്ടിങ്ങും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ട്രാവൽ ഏജൻസിനെ ക്ലയൻസിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തം. അതിൽ ഒരുപാട് ആൾക്കാരുണ്ടാവാം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ, ലൈക്ക് അഡ്വർടൈസിംഗ് ഡയറക്ടേഴ്സ്, സെയിൽസ് മാനേജേഴ്സ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് സ്പെഷ്യലിസ്റ്റ്, പിന്നെ എക്സിക്യൂട്ടീവ്സ്. ഇവരൊക്കെ ഉണ്ടാവാം ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ട്രാവൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രാവൽ ഏജൻസിയിൽ. ട്രാവൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൽ പാസ്പോർട്ട്, വിസ, പെർമിറ്റ്സുകൾ, ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടൂറിസ്റ്റ് കാർഡ്സ് ആയിരിക്കാം, ഹെൽത്ത് കാർഡിൻ്റെ ഇമ്മ്യൂണൈസേഷൻ റിക്വയർമെൻറ്റ്, കസ്റ്റം ക്ലിയറൻസ്, ഇതിൻ്റെ എല്ലാം ഡോക്യുമെൻറ്റേഷൻ ക്ലിയറൻസ് ട്രാവൽ ഡോക്യുമെൻറ്റ്സിൽ വരും. ഇനി പാസ്പോർട്ട് എന്താണെന്ന് നോക്കാം. പാസ്പോർട്ട് ഇസ് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ ദ നാഷണൽ ഗവൺമെന്റ് which certifies that the purpose of international travel. ഇന്റർനാഷണൽ ട്രാവലിന് വേണ്ടിയിട്ട് ഒരു ഹോം കൺട്രി കൊടുക്കുന്ന ട്രാവൽ ഡോക്യുമെന്റ് ആണ് പാസ്പോർട്ട് എന്ന് പറയുന്നത്. മെയിനായിട്ടും 3 ടൈപ്പ് ഓഫ് പാസ്പോർട്ട് ഉണ്ട്. ഓർഡിനറി പാസ്പോർട്ട്, ഒഫീഷ്യൽ പാസ്പോർട്ട്, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്. വിത്തൗട്ട് എ പാസ്പോർട്ട് എനി വൺ ക്യാൻ ട്രാവൽ ഇന്റർനാഷണൽ. ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പാസ്പോർട്ട് ഇല്ലാണ്ട് ഒരാൾക്കും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് 3 പാസ്പോർട്ട് എന്ന് പറയുന്നത്. ഓർഡിനറി പാസ്പോർട്ട് ആണ് സെൻറ്ററിലുള്ളത്. ഈ ഓർഡിനറി പാസ്പോർട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള പാസ്പോർട്ടാണ് ഓർഡിനറി പാസ്പോർട്ട്. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൻ്റെ കളർ ബ്രൗൺ ആണ്. ഈ ബ്രൗൺ പാസ്പോർട്ട്, ഈ പാസ്പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹൈലി ഒഫീഷ്യൽസിനാണ് കൊടുക്കുന്നത്. അതായത് ഗവൺമെൻറ് എംപ്ലോയീസ്, ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിന് പോകുന്ന ആൾക്കാർക്കും അങ്ങനെയുള്ള ഒരു ടീം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മെഡിക്കൽ പർപ്പസിന് വേണ്ടി എബ്രോഡിലേക്ക് പോകുന്നു, മെഡിക്കൽ സപ്പോർട്ടിന് വേണ്ടി വേറെ രാജ്യത്തേക്ക് പോകുകയാണെങ്കിൽ ആ പോകുന്ന എല്ലാവർക്കും കൊടുക്കുന്നത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ആയിരിക്കും. ഒഫീഷ്യൽ പാസ്പോർട്ട് ഏറ്റവും ഹൈ ഒഫീഷ്യൽസ്, അംബാസിഡേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന പാസ്പോർട്ടാണ് ഒഫീഷ്യൽ പാസ്പോർട്ട്. ഇനി ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടും ഒഫീഷ്യൽ പാസ്പോർട്ടും കയ്യിലുള്ള വ്യക്തിക്ക് വിസ വേണ്ട എന്നൊരു കൺസെപ്റ്റ് ഒന്നുമില്ല. എല്ലാ രാജ്യത്തിനും വിസ ക്ലിയറൻസ് നടത്തണം. പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്, ഇത് ഡിപ്ലോമാറ്റിക്കും ഒഫീഷ്യൽ പാസ്പോർട്ട് എന്ന് പറയുന്നത് ടെമ്പററി പാസ്പോർട്ടാണ്. അറ്റ് ദ ടൈം ഓഫ് ദേ ആക്ട് പെർട്ടിക്കുലർ പോസ്റ്റ്. ഇപ്പോൾ ഒരു അംബാസിഡർ ആണെങ്കിൽ ആ അംബാസിഡർ ഹിസ് ടേൺ ഓഫ് 5 years ആണെങ്കിൽ അത്രയും കാലം ആയിരിക്കും ഈ പാസ്പോർട്ട് അവർ യൂസ് ചെയ്യുക. ഇനി എന്തൊക്കെയാണ് പാസ്പോർട്ടിൻ്റെ പേജ് കണ്ടന്റ്?
ഒരു പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിലും ബാക്ക് പേജിലും ആയിട്ടായിരിക്കും കണ്ടൻസ് മെൻഷൻ ചെയ്യുക. അതായത് ഇപ്പോൾ ഇതൊരു പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജാണ്. ഈ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൽ ടൈപ്പ് ഓഫ് പാസ്പോർട്ട്, പാസ്പോർട്ട് നമ്പർ, കൺട്രി കോഡ്, സ്പോസ് ഓർ ഫാദർ നെയിം. സ്പോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇവർ ആരുടെയെങ്കിലും പേര്, നമ്മുടെ ഗിവൺ നെയിം, നാഷണാലിറ്റി, ജെൻഡർ, പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ആൻഡ് എക്സ്പയറി. ഈ ഡേറ്റ് ഓഫ് ഇഷ്യൂ ആൻഡ് ഡേറ്റ് ഓഫ് എക്സ്പയറി എന്ന് പറയുന്നത് ഒരു പാസ്പോർട്ടിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് ചെന്നു, നമ്മളിപ്പം ഇവിടുന്ന് വേറൊരു രാജ്യത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് എക്സ്പയറി, പാസ്പോർട്ട് ഡേറ്റ് എക്സ്പയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗലായിട്ട് തന്നെ നമുക്ക് അവിടെ പണിഷബിൾ ആണ്. നമ്മളെ അവിടെ ജയിലിൽ പിടിച്ചിടാനുള്ള പെർമിഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഡേറ്റ് ഓഫ് ഇഷ്യൂയും ഡേറ്റ് ഓഫ് എക്സ്പയറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് പേജ് ഓഫ് കണ്ടന്റിൽ പറയുന്നത് നെയിം ഓഫ് ഫാദർ, നെയിം ഓഫ് മദർ, നെയിം ഓഫ് സ്പോസ്, അഡ്രസ്. ഇപ്പോൾ ഓൾഡ് പാസ്പോർട്ട് ഉണ്ട്, നമ്മൾ ഓൾഡ് പാസ്പോർട്ട് റിന്യൂ ചെയ്ത് ന്യൂ പാസ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ആ ഓൾഡ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത പ്ലേസും ഡേറ്റും നമ്മൾ കൊടുക്കണം. ദെൻ ഫയൽ നമ്പർ. നമ്മൾ ഓരോ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുമ്പോഴും ഒരു ഫയൽ നമ്പർ ഉണ്ടാവും. ആ ഫയൽ നമ്മുടെ മാത്രമായിരിക്കും. അപ്പോൾ ആ ഫയൽ നമ്പർ, നമ്മുടെ പാസ്പോർട്ടിന് എന്തെങ്കിലും കറക്ഷൻസ്, നമ്മുടെ പാസ്പോർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് ഇല്ലെങ്കിൽ നമ്മൾ റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഈ ഓൾഡ് പാസ്പോർട്ട് നമ്പർ, ഈ ഫയൽ നമ്പർ ആയിരിക്കും നമ്മുടെ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുക. അതിനാണ് ഫയൽ നമ്പർ എന്ന് കൊടുക്കുന്നത്. ടൈപ്പ് ഓഫ് പാസ്പോർട്ടിൽ എമർജൻസി പാസ്പോർട്ട്, അതായത് ഇത് ടെമ്പററി പാസ്പോർട്ടാണ്. നമ്മുടെ പാസ്പോർട്ട് കളഞ്ഞു പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഒറിജിനൽ പാസ്പോർട്ട് കിട്ടുന്നവരെ നമുക്ക് ഈ പാസ്പോർട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. കളക്റ്റീവ് പാസ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളക്റ്റീവ് ബേസിസിൽ ചെയ്യുന്നതാണ്. അതായത് ഗ്രൂപ്പ് ഓഫ് സ്കൂൾ സ്റ്റുഡൻസിനെ കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്കെല്ലാം കൂടെ നമ്മൾ ഒറ്റ ഗ്രൂപ്പ് പാസ്പോർട്ട് എടുക്കും, കളക്റ്റീവായിട്ട് പാസ്പോർട്ട് എടുക്കും. അതിനെയാണ് കളക്റ്റീവ് പാസ്പോർട്ട് എന്ന് പറയുന്നത്. ഫാമിലി പാസ്പോർട്ട് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കംപ്ലീറ്റ് ആയിട്ട്, നമ്മുടെ ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഫാദർ, മദർ, ചിൽഡ്രൻ, ഇവർക്ക് 4 പേരുള്ള ഫാമിലി ആണെങ്കിൽ 4 പേർക്കും കൂടെ നമുക്ക് ഒരുമിച്ച് പാസ്പോർട്ട് എടുക്കാം. ആ ഇഷ്യൂ ചെയ്യുന്നത് ഒരു മെമ്പറിന്റെ പേരിലായിരിക്കും ആ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ ഏലിയൻ പാസ്പോർട്ട്. ഏലിയൻ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പാസ്പോർട്ട് അല്ല, ഇറ്റ്സ് എ ഡോക്യുമെന്റ് ഫോർ ട്രാവൽ. അതായത് നമ്മുടെ രാജ്യത്ത് സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത ഒരു വ്യക്തി വന്നു, വിദേശ രാജ്യത്തുള്ള ഒരാൾ വന്നു, അയാളുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഡോക്യുമെന്റ് മാത്രം നമ്മൾ ഇഷ്യൂ ചെയ്യും. ഈ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഏലിയൻ പാസ്പോർട്ട് എന്ന് പറയുന്നത്. വിസ, വിസിറ്റേഴ്സ് ഇന്റൻഷൻ ടു സ്റ്റേ അബ്രോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഹോം കൺട്രി ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിസ ഇഷ്യൂ ചെയ്യുന്നത് ഏത് കൺട്രിയിലേക്കാണോ നമ്മൾ പോകുന്നത് ആ കൺട്രി ആയിരിക്കും നമുക്ക് വിസ അപ്രൂവൽ ചെയ്യുന്നത്. വിസ എന്ന് പറയുന്നത് ഒരു സ്റ്റാമ്പിംഗ് ആണ്. ഏത് രാജ്യത്തേക്കാണോ നമ്മൾ ചെല്ലുന്നത് ആ രാജ്യം കൊടുക്കുന്ന പെർമിഷൻ ഒരു സ്റ്റാമ്പിംഗ് ആയിട്ട് നമുക്ക് തരും. ഇതിനെയാണ് വിസ എന്ന് പറയുന്നത്. On the basis of purpose of visit, there are lots of different type of visa. അതായത് ടൂറിസ്റ്റ് പർപ്പസ്, ബിസിനസ് പർപ്പസ്, സ്റ്റുഡൻറ് പർപ്പസ്, മിലിറ്ററി പർപ്പസ്, ഏത് എന്താ പറയുക പർപ്പസിനാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിസ ഏത് കാറ്റഗറിയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി വേറൊരു ടൈപ്പ് വിസ ഉണ്ട്, ഷെങ്കൻ വിസ എന്ന് പറഞ്ഞിട്ട്. ഷെങ്കൻ വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെങ്കൻ കൺട്രീസ് എന്നറിയപ്പെടുന്ന ഒരു 26 രാജ്യങ്ങളുണ്ട്. അതിൽ ഓസ്ട്രിയ, ബെൽജിയം, ഡെൻമാർക്ക്, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ഗ്രീസ്, മാൾട്ട, നോർവേ, പോളണ്ട്, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, ഇങ്ങനെ പറഞ്ഞിട്ട് 26 രാജ്യങ്ങളുണ്ട്. ഈ 26 രാജ്യങ്ങളിലേക്കും കൂടെ നമുക്ക് ഒറ്റ വിസ എടുത്താൽ മതി. സാധാരണ ഓരോ രാജ്യത്തേക്കും നമ്മൾ എടുക്കുമ്പോൾ സിംഗിൾ വിസാസ് എടുക്കണം. ഇപ്പോൾ നമ്മൾ അമേരിക്ക പോവുകയാണെങ്കിൽ അമേരിക്കൻ വിസ എടുക്കണം, കാനഡ ആണെങ്കിൽ കനേഡിയൻ വിസ എടുക്കണം. അതുപോലെ ഷെങ്കൻ വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷെങ്കൻ കൺട്രീസിലേക്ക് മുഴുവനും വേണ്ടി ഒറ്റ വിസ നമുക്ക് എടുത്താൽ മതി. ആ വിസ ഉണ്ടെങ്കിൽ നമുക്ക് ആ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഷെങ്കൻ കൺട്രീസിലേക്ക് വേണ്ടിയിട്ടുള്ള വിസയാണ് ഷെങ്കൻ വിസ എന്നറിയപ്പെടുന്നത്.
നമ്പർ ഓഫ് എൻട്രി, സിംഗിൾ എൻട്രി വിസ, ഡബിൾ എൻട്രി വിസ, മൾട്ടിപ്പർപ്പസ് എൻട്രി വിസ എന്ന് പറഞ്ഞിട്ട് നമ്പർ ഓഫ് എൻട്രിയുടെ ബേസിലും നമുക്ക് വിസേനെ ഡിവൈഡ് ചെയ്യാം. ടൂറിസ്റ്റ് വിസ ഒരു 6 months വാലിഡിറ്റി പീരീഡ് ഉള്ളതാണ് ടൂറിസ്റ്റ് വിസ. ബിസിനസ് വിസ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ രാജ്യം he should eligible for conducting business here. സോ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യേണ്ടതുണ്ടാവാം. അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് ബിസിനസ് വിസ. സ്റ്റുഡൻറ്റ് വിസ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകുന്നതിനാണ് സ്റ്റുഡൻറ്റ് വിസ കൊടുക്കുന്നത്. certain amount നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിൽ. ബിക്കോസ് he should eligible for എന്താ പറയുക, he should eligible for ഡൂയിങ് ഹിസ് സ്റ്റഡി ദർ എന്ന് ആ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താനുള്ളതാണ് ആ ഒരു certain എമൗണ്ട് എന്ന് പറയുന്നത്. ദെൻ മിഷണറി വിസ, മിഷണറി പർപ്പസിന് പോകുന്നു. ജേർണലിസ്റ്റ് വിസ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇപ്പം ഒളിമ്പിക്സ് നടക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ രാജ്യത്ത് നിന്ന് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സ് പോകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ജേർണലിസ്റ്റ് വിസ. മെഡിക്കൽ വിസ ഇപ്പോൾ കൊറോണ ഒരുപാട് സ്ഥലത്ത് വന്നു. അപ്പം ക്യൂബയിൽ നിന്ന് ഇറ്റലിയിലേക്ക് ഒരു സംഘം പോകുന്നു. അപ്പോൾ ക്യൂബയിൽ നിന്ന് പോകുന്ന ആൾക്കാർക്ക് മെഡിക്കൽ സംബന്ധമായ ആവശ്യത്തിനാണ് അവർ പോകുന്നത് ഇറ്റലിയിലേക്ക്. സോ ഇറ്റാലിയൻ ഗവൺമെൻറ് മെഡിക്കൽ വിസ ആയിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. കോൺഫറൻസ് വിസ ഒരു മീറ്റിംഗ്, സെമിനാർസ്, കോൺഫറൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ കമ്പനി ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെഡിക്കൽ കോൺഫറൻസ് ആവാം, പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കോൺഫറൻസ്, അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കോൺഫറൻസ് വിസ കൊടുക്കും. എംപ്ലോയ്മെൻറ്റ് വിസ ഓർ ജോബ് വിസ നമ്മളൊരു ജോബ് പർപ്പസിന് വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ അതിനാണ്. ആരാണോ വിസ നമ്മളെ അവിടെ ഓതറൈസ് ചെയ്യുന്നത് അവരുടെ സിഗ്നേച്ചറോട് കൂടിയിട്ടായിരിക്കും നമുക്ക് കൊടുക്കുന്നത്. ഇനി പാകിസ്ഥാനി നാഷണൽസിന് വേണ്ടി നമ്മൾ ഓൾറെഡി പാകിസ്ഥാനിൽ പോകണമെങ്കിൽ വിസ വേണം. പക്ഷെ ഫിലിം, ഡോക്യുമെൻ്ററി എവിഡൻസ് കൊടുക്കുകയാണ്, നമ്മൾ ബ്ലഡ് റിലേഷൻ ഉണ്ടെന്ന് നമ്മൾ കാണിക്കുവാണെങ്കിൽ അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള പെർമിഷൻ ഡൽഹി, നമ്മുടെ അതോറിറ്റീസ് ഡൽഹിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ഒരു ഷെങ്കൻ വിസ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ വിസയുടെ ഒരു ഇതാണ്. എംപ്ലോയ്മെൻറ്റ് വിസ. എംപ്ലോയ്മെൻറ്റ് വിസയിൽ കറക്റ്റ് ഏത് രാജ്യമാണോ എംപ്ലോയ്മെൻറ്റ് വിസ കൊടുക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഇതുണ്ടാവും. പിന്നെ ആരാണോ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന ആൾ അവരുടെ വിത്ത് സിഗ്നേച്ചർ അടക്കമായിരിക്കും വിസകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്, അതായത് ഇറ്റ്സ് ആൻ ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ടു ഡെസ്റ്റിനേഷൻ കൺട്രി വിച്ച് ദേ ആർ നോട്ട് നേറ്റീവ് or they do not possess citizenship order or settle reside there. നമ്മളൊരു രാജ്യത്ത് പോയി ആ രാജ്യത്ത് നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്യും. ഇമിഗ്രേഷൻ ചെക്ക് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട് നമുക്ക്. ആ പേജിൽ നമ്മൾ ECR സൈൻ ചെയ്യും. സോ നമ്മൾ ടെമ്പററിലി ഒരു ഫോറിൻ വർക്കർ ആയിരുന്നു, ദെൻ വി ഷുഡ് ഗെറ്റ് ബാക്ക് ഫ്രം ദർ. കസ്റ്റംസ് ക്ലിയറൻസ്. കസ്റ്റംസ് ക്ലിയറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് വരുമ്പോഴും പോകുമ്പോഴും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ അത് ഡ്യൂട്ടി പെയ്ഡ് ആയിരിക്കണം, അത് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കണം. അത് അങ്ങനെയാണോ എന്ന് ക്ലിയർ ചെയ്യുന്നതാണ് കസ്റ്റംസ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വേറൊരു രാജ്യത്ത് നിന്ന് വരികയാണെങ്കിൽ 3 ചാനലിലൂടെയാണ് നമ്മുടെ ഡ്യൂട്ടി പെയ്ഡ് നമ്മുടെ കസ്റ്റംസ് ക്ലിയറൻസ് നടക്കുക. ഗ്രീൻ ചാനൽ, റെഡ് ചാനൽ ആൻഡ് ബ്ലൂ ചാനൽ. എല്ലാ കസ്റ്റംസും ഡ്യൂട്ടി പെയ്ഡ് ആയിരിക്കണം. സോ മോസ്റ്റ് പ്രോബബ്ലി അത് ഗ്രീൻ ചാനലിലൂടെയാണ് വരിക. ദെൻ റെഡ് ചാനൽ എന്ന് പറയുന്നത് ഡ്യൂട്ടി പെയ്ഡ് സാധനങ്ങൾ മാത്രമേ നമുക്ക് ഗ്രീൻ ചാനലിലൂടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. റെഡ് ചാനൽ ആണെങ്കിൽ വിതൗട്ട് ഡ്യൂട്ടി പെയ്ഡ് സാധനങ്ങളായിരിക്കും കൊണ്ടുവരിക. നമുക്കത് എയർപോർട്ടിൽ വെച്ച് തന്നെ ഡ്യൂട്ടി പെയ്ഡ് ചെയ്യാം. ബ്ലൂ ചാനൽ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ട്രാവലേഴ്സിന് മാത്രമുള്ള ഒരു സെക്ഷനാണ് ബ്ലൂ ചാനൽ എന്ന് പറയുന്നത്. ഇനി ഇതൊരു കസ്റ്റം ക്ലിയറൻസ് പ്രൊസീജിയർ ആണ്. ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കസ്റ്റംസ് എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് ഗുഡ്സിനെയാണ് നമ്മൾ കസ്റ്റംസ് എന്ന് പറയുന്നത്. ഈ കസ്റ്റംസ് അതിൻ്റെ ബില്ല് അനുസരിച്ചിട്ട് നമ്മൾ
ബിൽ എൻട്രി അടക്കം നമ്മൾ സാധനങ്ങൾ ചെക്ക് ചെയ്യുന്നു. അതായത് എയർലൈനിൽ ഹസാർഡസ് ഗുഡ്, ഡേഞ്ചറസ് ഗുഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അതായത് ഇൻഫ്ലാമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ലിവിങ് ആനിമൽസിനെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് ആണോ നമ്മൾ കസ്റ്റംസ് ക്ലിയറൻസ് നടത്തുന്നത്, സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്നും വേറൊരു രാജ്യത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് എന്നതിനെ അനുസരിച്ചിട്ടുള്ള ചെക്കിംഗ് ആണ് കസ്റ്റംസ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇത് കാർഗോ സെക്ഷനിലാണ് കസ്റ്റംസ് ക്ലിയറൻസ് പ്രൊസീജിയർ കൂടുതലായിട്ടും നടക്കുന്നത്. ട്രാവൽ ഡോക്യുമെന്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രാവൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ RBIയുടെ ഒരു അപ്രൂവൽ ലെറ്റർ നമുക്ക് ആവശ്യമുണ്ട്. അതായത് അക്കോർഡിംഗ് ടു ദ പർപ്പസ് ഓഫ് വിസിറ്റ് എന്താണ് എന്നതിനനുസരിച്ചിട്ട്, അതായത് there were various reasons for traveling abroad. അപ്പോൾ ഏത് പർപ്പസിനാണോ വേണ്ടത്, ഇപ്പോൾ ഏത് ഹൈലി എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ RBIയുടെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ വേണം. പിന്നെ പാസ്പോർട്ട്, അതുപോലെ തന്നെ റിസർവേഷൻ ഫോർ ട്രാൻസ്പോർട്ടേഷൻ, ഹോട്ടൽ അക്കോമഡേഷൻ. ഈ ഒരു കാര്യം നമ്മൾ വേറൊരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എന്താണ്, അവിടുത്തെ ഹോട്ടൽ അക്കോമഡേഷൻ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ട്രാവൽ ഡോക്യുമെന്റിൽ നമ്മൾ മെൻഷൻ ചെയ്യുക. ആൻഡ് വിസ സെക്ഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏത് പർപ്പസിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതിനു വേണ്ടിയുള്ള വിസ ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ സിസ്റ്റം അല്ലെങ്കിൽ CRS, ഇത് മെയിനായിട്ടും എയർലൈൻ ആണ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ റിസർവേഷൻ സിസ്റ്റം ഓർ സെൻട്രൽ റിസർവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റോർ ഓർ റിട്രീവേറ്റ് information to conduct transaction related to air travel, hotels, car rental or any other activities. നമ്മൾ ഓൾറെഡി പറഞ്ഞു എയർലൈന് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നും അറിയപ്പെടുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 3-4 സോഫ്റ്റ്വെയറിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അമീഡിയോസ്, ഗലീലിയോ, അബാക്കസ് എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയറിലൂടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിലൂടെ ഒരു PNR ക്രിയേഷൻ നടത്തും. PNR ക്രിയേഷൻ എന്ന് വെച്ചാൽ പാസഞ്ചർ നെയിം റെക്കോർഡ് ക്രിയേഷൻ. നമ്മുടെ പേരിൽ ഒരു പാസഞ്ചർ നെയിം റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ഒറിജിൻ പോയിന്റും ഡെസ്റ്റിനേഷൻ പോയിന്റും മെൻഷൻ ചെയ്യും. ഡേറ്റ് ഓഫ് ട്രാവൽ, ഏത് ദിവസത്തെ ജേർണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ടത് നമ്മളത് മെൻഷൻ ചെയ്യും. ഏത് ടൈപ്പ് ഓഫ് ക്ലാസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ മെൻഷൻ ചെയ്യും. അതിനുശേഷം നമ്മൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസം ആ ക്ലാസ് ഓഫ് ജേർണിയിൽ നമുക്ക് ഇപ്പം Y ക്ലാസ് ആണ്, ബിസിനസ് ക്ലാസ് ആണോ, ഫസ്റ്റ് ക്ലാസ് ആണോ, അതിൽ ഏതൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അതിൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ ട്രാവൽസിനെയും കൂടെ ബന്ധപ്പെടുത്തി, എല്ലാ എയർലൈനെയും കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു റിസർവേഷൻ സിസ്റ്റമാണ് CRS അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിസർവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ളത് ഗലീലിയോ, അമീഡിയസ്, അബാക്കസ്, ഗലീലിയോ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മെയിൻ CRS ആണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ 2002 ഇതനുസരിച്ചിട്ട് വേൾഡ് വൈഡ് CRSൽ ബുക്കിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ഈ പറയുന്ന ഗലീലിയോ ആണ്. ക്രൂയിസ്, കാർ റെന്റൽസ്, ഹോട്ടൽസ് ഒക്കെ ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കീഴിലുള്ള ഒന്നുകൂടിയാണ് ഗലീലിയോ എന്ന് പറയുന്നത്. മെമ്പറാണ് ഗലീലിയോ. ഇനി അമീഡിയോസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയുള്ള സെൻട്രൽ റിസർവേഷൻ സിസ്റ്റമാണ്. അമീഡിയോസ് ജർമ്മനിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ സെൻട്രൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. പിന്നെ ഇതും അയാട്ട, OTA, സീത തുടങ്ങിയ ഇന്റർനാഷണൽ ഓർഗനൈസേഷനും ഒക്കെ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഇതിനുമുണ്ട്. അബാക്കസും ഇതുപോലെ തന്നെ പറയുന്ന ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തന്നെയാണ്. മെയിനായിട്ടും
ട്രാവൽ ഏജൻസീസ് ഇൻ ഏഷ്യയിലുള്ള ട്രാവൽ ഏജൻസീസ് ആണ് അബാക്കസ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. നിപ്പോൺ എയർവേസ്, ഇവ എയർവേസ്, ഫിലിപ്പൈൻ എയർവേസ്, മലേഷ്യൻ, ഇങ്ങനെയുള്ള എയർലൈൻസ് ഒക്കെയാണ് കൂടുതലും അബാക്കസ് യൂസ് ചെയ്യുന്നത്. ബാക്കി ഇന്റർനാഷണൽ ഏജൻസീസ് എല്ലാം, എയർലൈൻസസ് എല്ലാം യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ അമീഡിയോസും അല്ലെങ്കിൽ ഗലീലിയോയും തന്നെയാണ്. Thank you everyone.